ഇത് നമ്മുടെ കാർഡ് രുദ്രതത്വം മൂന്നാമത്തെ കാർഡ് ആത്മീയ അന്വേഷി എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയ അന്വേഷി എന്ന് പറയുമ്പോൾ ഒരു വിശുദ്ധി ഉള്ള ഒരു പ്രപഞ്ച സത്യത്തെ അറിയാനുള്ള യാത്ര. അപ്പോൾ അതൊരു വിശുദ്ധിയുള്ള വ്യക്തിക്കാണ് പ്രപഞ്ച സത്യത്തെ അറിയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആശങ്കകളും ഭയവും ദുരിതം എല്ലാം സമർപ്പിച്ചിട്ടുള്ളത്, അതായത് സർവ്വ പ്രശ്നങ്ങളെയും പ്രപഞ്ചത്തിന് സറണ്ടർ ആവുക എന്നാണ് പറയുക. സറണ്ടറായ വ്യക്തിക്ക് കിട്ടുന്ന ഒരു കാർഡാണ്. അപ്പോൾ അവർ ആ സറണ്ടർ ആകുമ്പോൾ ഇവർക്ക് എന്താ ഉണ്ടാവുക എങ്കിൽ എല്ലാം പ്രപഞ്ച മാതാവ് അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തി നോക്കിക്കോളും എന്നുള്ള ഒരു വിശ്വാസം വരും. അങ്ങനെയാണ് ഈ കാർഡിൻ്റെ യാത്രയും. അതായത് പ്രപഞ്ച ശക്തിക്ക് സറണ്ടറായൊരു വ്യക്തിക്ക് ആത്മാന്വേഷിക്ക് വേണ്ടിയിട്ടാണ് ഈ കാർഡ് കിട്ടുക. അപ്പോൾ അവരോട് പറയുമ്പോൾ, ഈ കാർഡ് കിട്ടുമ്പോൾ അവരോട് പറയേണ്ടത് ആശങ്കകളും ഭയങ്ങളും ദുരിതങ്ങളും എന്നിവ എല്ലാം സമർപ്പിച്ചൊരു വ്യക്തി എന്നുള്ള സൂചനയാണ്. പിന്നെ പ്രപഞ്ച മാതാവിന് അല്ലെങ്കിൽ ആ പ്രപഞ്ച ശക്തിക്ക് നിങ്ങളെ സമർപ്പിക്കുമ്പോൾ സമാധാനവും സന്തോഷവും നിങ്ങൾ നേടാനാവും എന്നുള്ളതാണ്. അപ്പോൾ സറണ്ടർ ആയിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവരോട് സറണ്ടർ ആവാൻ പറയുക. മിക്കവാറും ഈ ഒരു കാർഡ് കിട്ടുക എല്ലാം സറണ്ടറായൊരു വ്യക്തിക്കാണ്, പ്രപഞ്ചത്തിന് സറണ്ടറായൊരു വ്യക്തിക്കാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആത്മീയ അമ്മ, അതായത് ഈ പ്രപഞ്ച മാതാവിനെയാണ് ഈ ആത്മീയ അമ്മ എന്ന് പറയുന്നത്. ആ ഒരു ആത്മീയ അമ്മയിൽ നിന്ന് കരുണയും ക്ഷമയും സംരക്ഷണവും ലഭിക്കുകയാണ് ആ വ്യക്തിക്ക്. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവും? ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ധൈര്യം, വല്ലാത്തൊരു ബോധത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ നമുക്ക് തരും. ഒരു വല്ലാത്ത ധൈര്യമാണത്. ബോധതലത്തിൽ നമുക്ക് തോന്നും നമ്മുടെ ശക്തി, നമ്മുടെ പ്രപഞ്ചം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല. മനുഷ്യർക്കേ നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ പ്രപഞ്ച ശക്തി കൂടെ ഉള്ളത് കാരണം കൊണ്ട് നാം ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധതലത്തിൽ ഇങ്ങനെ ആ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ശക്തി വന്നു കഴിഞ്ഞാൽ ഒരു അഫർമേഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു അഫർമേഷൻ മനസ്സിന് കൊടുക്കാം. അത് ഞാൻ ദിവ്യമായ സംരക്ഷണത്തിനും പ്രപഞ്ചമാതാവിൻ്റെ കരുണയ്ക്ക് എപ്പോഴും കീഴടങ്ങുന്നതിനാൽ ഞാൻ സുരക്ഷിതനും അനുഗ്രഹീതനുമാണ് എന്നുള്ള ഒരു അഫർമേഷൻ നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. ഞാൻ ദിവ്യമായ സംരക്ഷണത്തിനും പ്രപഞ്ചമാതാവിൻ്റെ കരുണയ്ക്ക് എപ്പോഴും കീഴടങ്ങുന്നതിനാൽ ഞാൻ സുരക്ഷിതനും അനുഗ്രഹീതനുമാണ്. ഇതാണ് അഫർമേഷൻ. ഇത് നമുക്കിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് വളരെയധികം വർദ്ധിക്കുകയും മറ്റുള്ള ബാഹ്യ ചിന്തകളും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ അലട്ടാതിരിക്കുകയും ചെയ്യും.